വെൽക്കം ടു വിനിക്സ് ടെക്നോളജീസ്. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മൾ മറ്റൊരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് 2026. എയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2026 ഒരുപാട് പ്രതീക്ഷയോടെ എ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ് 2026. അങ്ങനെ നമ്മൾ പറയുമ്പോൾ 2025 എ എന്താ ചെയ്തത്, എക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ 2025 നമ്മൾ ഇമേജ് വെച്ച് ടെക്സ്റ്റ് വെച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു എ ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് തന്നെ നമുക്കറിയാം, പല പല ആപ്ലിക്കേഷൻ സോഫ്റ്റ് ഇത് വെച്ച് നമ്മൾ എ വെച്ച് നമ്മൾ ഇമേജസിനെ പലരും മോഡിഫൈ ചെയ്തൊക്കെ നമ്മൾ ആൾക്കാരെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ജെമിനി പോലുള്ള ജെമിനി ChatGPT അതിലൊക്കെ നമ്മൾ എങ്ങനെ ഇമേജസ് വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തെന്നൊക്കെ ഉള്ളത് ഭയങ്കര ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ 2025 നമ്മൾ എന്താ ഒരു കണ്ടന്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ സോഫ്റ്റ്വെയറുകൾ ബിൽഡ് ചെയ്തൊക്കെയാണ് എ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ 2026 ആയപ്പോൾ എക്ക് ഒരു വൻ മാറ്റം വന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എയെ നമ്മൾ ഡെയിലി ലൈഫിന്റെ പാർട്ടാക്കി കൊണ്ടുവരികയായിരുന്നു 2025 ചെയ്തെങ്കിൽ 2026 ആകുന്നതോടെ ഇനി 2026 മുന്നോട്ട് പോകുന്നതോടെ എ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫിൽ, അതായത് നമ്മുടെ ഓരോ ദിവസത്തെ ഓരോ വർക്കിലും എ നമ്മുടെ ഒരു പാർട്ടായിട്ട് ഒരു കമ്പാനിയൻ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താ എ പാർട്ട് ഓഫ് എവറിഡേ വർക്ക്, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, ഒരു വീഡിയോ ക്രിയേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ അതിനെല്ലാം എ വേണം. നമുക്കൊരു സ്റ്റഡീസ് നടത്താനായിട്ട് എ ഇല്ലാതെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് 2026 കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2026 ആയപ്പോ തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ പല വീഡിയോസും കണ്ടു. അപ്പോ ഒരു ഒറിജിനാലിറ്റി ഒരാളുടെ ഫോട്ടോ കൊടുത്താൽ ഒറിജിനൽ ഫോട്ടോയുടെ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആളെ വെച്ച് ക്രിയേറ്റ് ചെയ്ത് വരിക. അപ്പൊ തന്നെ ഞാനും സത്യം പറഞ്ഞ ഒരു വീഡിയോ ഒറിജിനലാന്ന് വിചാരിച്ചു. തൊട്ടുതാരെ കമന്റ്സ് കണ്ടപ്പോ മുന്നോട്ട് പോയപ്പോഴാണ് അത് എ ആണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടത്. അതുപോലെ നിങ്ങൾ കാണുന്ന ചിലർക്ക് ഇതിനെ പറ്റി അറിയാത്ത ആൾക്കാര് ആ വീഡിയോ കാണുമ്പോൾ ഒറിജിനലാന്ന് വിചാരിക്കും. അത് അത്രയ്ക്ക് ഒറിജിനാലിറ്റിയോടെ എ വീഡിയോ ക്രിയേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഒരു കോ വർക്കറായിട്ട് എ മാറിയിരിക്കുക. ഏത് പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അവരൊരു കോ വർക്കറായിട്ട് എന്തെങ്കിലും ഫസ്റ്റ് ഒരു കാര്യം ഡൗട്ട് വന്നാൽ അവർ പെട്ടെന്ന് തന്നെ ഒരു എ ഡിപ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ മാറി വരുന്നത്. നമ്മൾ IoT ആപ്ലിക്കേഷൻ ആയിട്ട് എന്തിനാണെങ്കിലും നമുക്ക് എയുടെ ഉപയോഗം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. 2026 നമ്മുടെ എ ട്രെൻഡ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ? അതാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഈ 2026 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എ ട്രെൻഡ് എന്ന് പറയുന്നത് ജനറേറ്റീവ് എ വിൽ മൂവ് ബിയോണ്ട് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ്. അതായത് നമ്മളോട് ടെക്സ്റ്റിനും ഇമേജസും അനുസരിച്ച് ഒരു വീഡിയോ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് വീഡിയോ വിൽ ഫൈനലി കം ഓഫ് ഏജ്. അതായത് നമ്മൾ കൊടുക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്ന രീതിക്ക് അനുസരിച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വരിക ഇപ്പൊ ഈ 2026 നടക്കുന്നത്. അതായത് ആ വീഡിയോ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാം, ഒരു അഡ്വർടൈസിങ്ങിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരു വീഡിയോ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് മൂലം എന്താ നമുക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ആളെ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. ആളെ കൊണ്ടുവരുന്നതിന് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതിനും ഒക്കെ അതിനൊരു സ്ക്രീൻ പ്ലേ വേണം, അങ്ങനെ കുറെ സംഭവങ്ങളുടെ പിറകെ വേണം. അപ്പൊ അതിനൊക്കെ ഒരു കോസ്റ്റ്, ഒരു വലിയൊരു എമൗണ്ട് തുക വേണ്ടി വരും. അതിന് കുറെ സമയം എടുക്കും. ഇതെല്ലാം ലാഭമാണ് ജസ്റ്റ് നമുക്ക് എന്ത് സിറ്റുവേഷൻ ആരെ വെച്ചാൽ വേണ്ടത് ഇപ്പൊ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ നെറ്റ്ഫ്ലിക്സ് പോലെ വലിയ പ്ലാറ്റ്ഫോമുകളിൽ ഓൾറെഡി തന്നെ ഈ 2026 തൊട്ട് മുമ്പ് തന്നെ അവര് മൂവീസും ആക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. നമ്മളിപ്പോ വെബ് സീരീസ് ഒക്കെ കാണത്തില്ല, അതിപ്പോ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓൾറെഡി അത് ട്രൈ ചെയ്ത് നോക്കി ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്താൽ സ്റ്റോറിയെ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഏത് രീതി വേണം നമ്മുടെ പേഴ്സണലൈസ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് എന്ത് വേണ്ടോ അത് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടി മോഡൽ എ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മോഡ്സ് എന്താ പറയുക, നമുക്ക് മോഡ്സ് പറയുന്നത് നമ്മൾ എക്ക് ഏതൊക്കെ ടൈപ്സ് മോഡ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, എക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് എക്സാമ്പിൾ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും, വീഡിയോ കൊടുക്കാൻ പറ്റും, ഇമേജ് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പല രീതിയിൽ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട്. അതായത് ഏത് ഒരു മോഡലാണ് ആദ്യം ഇപ്പൊ 2025 ഒക്കെ വരുമ്പോ മൾട്ടി മോഡ് ഇങ്ങോട്ട് ഓണായി വരുന്നതേ ഉള്ളായിരുന്നു. നമുക്ക് ടെക്സ്റ്റ് കൊടുത്തായിരുന്നു ആദ്യം നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഏത് രീതിയിൽ കൊടുത്താലും നമുക്ക് അതിന് കറക്റ്റുള്ള ആൻസർ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്താണ് എന്ന് വേണ്ടത് നമുക്ക് തരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് മൾട്ടി മോഡൽ എ എന്ന് പറയുന്നത്. ഏത് മോഡ് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് തരും. ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇനി
വളരെ ഇപ്പൊ നമ്മുടെ പല കൺട്രീസിലും കമ്പനികളെ മാനേജ് ചെയ്യുന്നതിന് വേണമെങ്കിൽ പറയാം ഏജന്റ് KI. ഏജന്റ് KI എന്ന് വെച്ചാൽ എന്താ? ഏജന്റ് KI എന്ന് വെച്ചാല് നമ്മൾ AI ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ആക്ട് ചെയ്യാൻ ഓട്ടോണോമസ്ലി, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതൊക്കെ ഒരു ടാസ്ക് കോർഡിനേറ്റ് ചെയ്യുക, ഒരു കമ്പനിയുടെ രാവിലെ വരുന്ന കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിനെ ആൻസർ ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കാനാണെങ്കിൽ മെയിൽ ഏതെങ്കിലും ഒരു കമ്പനി സ്പെസിഫൈ ചെയ്തിട്ട് അതുപോലെ നിന്ന് മെയിൽസ് കളക്ട് ചെയ്ത് നമ്മളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു സ്പെസിഫിക് ടാസ്ക് പറഞ്ഞ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഏജന്റ് KI. അതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് യൂസ് ആയി. ഇനിയിപ്പോ 2026 ഓൾമോസ്റ്റ് എല്ലായിടത്തും അതാവും. ഇതുമൂലം നമുക്ക് കുറെ സമയം ലാഭിക്കാനും നമ്മുടെ ടാസ്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അത് എന്ത് ഒരു ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അത് എന്ത് ഔട്ട്പുട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ വർക്കിനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ നമുക്കൊരു ഏജന്റ് KIയുടെ ഹെൽപ്പോടെ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ എല്ലാ ഫീൽഡിലും ഉപയോഗിക്കും അല്ലെ. 2025 എല്ലാ ഫീൽഡിലും ഉപയോഗിച്ചു വന്നു. നമ്മൾ ഇതുവരെ 2026 എത്തിയപ്പോൾ ഉപയോഗിച്ചു വരുന്നു, പറയുന്നുണ്ട് പല ഫീൽഡിലും ഉപയോഗിക്കുന്നുണ്ടോന്ന്. പക്ഷേ ഓരോ ഏരിയയ്ക്കും ഓരോ സ്പെസിഫിക് AI വരിക. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കുക, ഡൊമൈൻ സ്പെസിഫൈ ചെയ്യുക. അത് ഏത് ഫീൽഡിൽ ഒരു AI ഇപ്പൊ അത് ഹെൽത്ത് കെയർ ഏരിയയിൽ വർക്ക് ചെയ്യണം, ആ AI ഹെൽത്ത് കെയർ ഏരിയയിലേക്ക് മാത്രം എടുക്കുക. അവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ മൊത്തം കാര്യങ്ങൾ, അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിലാണെങ്കിലും പല ഏതെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ അതിന്റെ ഡിസീസ് അല്ലെങ്കിൽ സിംറ്റംസ് ഏതാണ്, ഇവിടെ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ, അത് എന്താണ് മരുന്ന്, മെഡിസിൻ എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ നോക്കാൻ. അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റംസ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് മേഖലയിലാണോ അതിന്റെ ആവശ്യകത ആ ഓരോ മേഖലയ്ക്കനുസരിച്ച് അതിന്റെ ഡൊമൈൻ സ്പെസിഫൈ ചെയ്യുക. അങ്ങനത്തെ AIs 2026 കൂടുതലെല്ലായിടത്തും അത് കണ്ടുപിടിച്ച് അങ്ങനെ ആയി വരുന്നോണ്ട് 2026 ഓൾമോസ്റ്റ് എല്ലായിടത്തും അങ്ങനെ ആകും. അതുമൂലം എന്താണെന്നറിയാവോ, നമ്മൾ ഈ പറയുന്ന ഫീൽഡുകളിലൊക്കെ ആക്യുറസി, മെഷറബിൾ ബിസിനസസ് വാല്യൂ, റീപ്ലേസിംഗ് ജനറേറ്റ് AI ഫോർ ക്രിട്ടിക്കൽ എന്റർപ്രൈസസ് ടാസ്ക്. അതായത് ഒരു ക്രിട്ടിക്കൽ ആയിട്ട് ഒരു അത്യാവശ്യമായിട്ട് വർക്ക് ചെയ്ത ആ വർക്ക് കറക്റ്റ് ടൈമിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ആക്യുറസി ഒരു കംപ്ലൈന്റ് നമുക്ക് പെട്ടെന്ന് കൃത്യസമയത്ത് കാര്യങ്ങൾ AI ചെയ്ത് നമുക്ക് തരും. അപ്പൊ ആ വർക്ക് ചെയ്താൽ മതിയല്ലോ, ആ ഒരു ഫീൽഡിലെ വർക്ക് മാത്രം ചെയ്താൽ മതിയല്ലോ. ഇനി നമുക്ക് സ്പെഷ്യലൈസേഷൻ ശേഷം AI കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ AI എന്ന് പറയുന്നത് ആദ്യം കുഞ്ഞു ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിച്ച് ഒരു സിമ്പിൾ ടാസ്ക് ഓട്ടോമേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഓട്ടോണോമസ്ലി നമ്മൾ AI വെച്ച് വർക്ക് ചെയ്യുന്ന നമ്മൾ ചെറിയ കമ്പനികളിലെ ചെറിയ കാര്യങ്ങൾ നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം കോംപ്ലക്സ് വർക്ക് ഫ്ലോ ഓട്ടോമേഷനിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ നമ്മൾ കോംപ്ലക്സ് ആയിട്ട് ഉള്ള സ്ഥലങ്ങളിൽ വലിയ കമ്പനികളിൽ വലിയ ആപ്ലിക്കേഷൻ നമ്മൾ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഡേറ്റ എൻട്രി ആൻഡ് പ്രോസസ്സിംഗില്, കസ്റ്റമർ ഇന്ററാക്ഷനില്, റിപ്പോർട്ട് ജനറേഷനില്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഓട്ടോമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. AI ഹെൽപ്പ് ഓട്ടോമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു മാനുവൽ പ്രോസസ്സിനെ അവിടെ മാറ്റി നിർത്തിയിട്ട് AI സ്പീഡ് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തരിക ചെയ്തത്. അതൊരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ വേഗത്തില്, മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ആക്യുറസിയോടെ കാര്യങ്ങൾ സ്പീഡ് ചെയ്ത് തരും. അവിടെ എന്തൊക്കെയാണ്, അവിടെ നമുക്ക് ഒരു കമ്പനിക്ക് ഇത് വരുമ്പോൾ ഫിനാൻഷ്യലി അവർക്ക് ഗുഡാണ്. പിന്നെ ടൈം കുറച്ചുകൂടെ കൂടുതൽ എളുപ്പം ചെക്കിംഗ് ടൈം റെഡ്യൂസ് ചെയ്യും. അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് അതുണ്ട്. അവർക്ക് ഓട്ടോണമസ്ലി കോൺട്രാക്ട്സ് ഒരു കമ്പനിയിൽ കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മൾ കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ പിന്നീട് കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈം കുറയുമല്ലേ, ചെയ്ത് കിട്ടുമല്ലോ. പിന്നെ റിപ്പോർട്ട്സ്, എനിക്ക് ഇന്ന റിപ്പോർട്ട് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് വരുവാണെങ്കിൽ നല്ലതല്ലേ. കോർഡിനേറ്റ് ചെയ്യുക, ഷെഡ്യൂൾസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക, ഒപ്റ്റിമൈസിങ് സപ്ലൈ ചെയിൻസ്, ഇതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മൾ ഈ AI കാണുമ്പോൾ AI എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ കോ വർക്കറാണ്. നമ്മുടെ ഒരു കമ്പനിയുടെ വർക്കിനെ പ്രൊഡക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റീഷേപ്പ് ചെയ്യുന്ന നമ്മുടെ കോ വർക്കറാണ് നമ്മുടെ AI. നമുക്ക് ഇതിനൊക്കെ അതാണല്ലോ മനസ്സിലാവുന്നത്. ഇനി നമ്മുടെ ഈ കണ്ടന്റ് ഓട്ടോമാറ്റിക് ആക്കുന്ന ഓട്ടോമേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഓട്ടോമേഷൻ ആക്കുന്നത് മൂലം കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. AI ക്രിയേറ്റീവ് ആൻഡ് ബിസിനസ് കണ്ടന്റ്, അതായത് ഒരു ബിസിനസ് വേറൊരു കമ്പനിക്ക് ഒരു ലെറ്റർ അയക്കണം. അപ്പം ആ ബിസിനസ് കണ്ടന്റിനെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരും. അങ്ങനെ വരുമ്പോൾ ഒരു കസ്റ്റമറിനായിക്കോട്ടെ, നമ്മുടെ വേറെ കമ്പനിക്ക് നമ്മൾ അയക്കുന്നതിലായിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ ആ ഒരു നല്ലൊരു ആ കമ്പനിയെ കുറിച്ച് ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് നല്ല ബെറ്റർ ആയിട്ട് വരും. ഇതൊക്കെ 2026 നമുക്ക് AI നേടുന്ന നേട്ടങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ ടെക്നിക്കൽ റിസർച്ച് ഏരിയയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കമ്പനികളിൽ ഈ ഓട്ടോമേഷൻ മൂലം നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഇനി അതുപോലെ AI ട്രെൻഡ് പ്രൊഡക്ഷൻ മേഖലയിലും വരുന്നുണ്ട്. ഈ AI കടന്നു വരുന്നതോടെ ഓരോ കമ്പനിയുടെ പ്രൊഡക്ഷൻ മേഖലയിലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവും, അവിടെ മനുഷ്യനെ മാറ്റിയിട്ട് കമ്പനി എന്താ ടെക്നോളജി അല്ലെ ടെക്നിക്കൽ ഇത് വരുമ്പോൾ അവിടെ സമയ ലാഭവും ഫിനാൻഷ്യലി പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇനി പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. AI ഒരു കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് 2026 വരിക. ഒരു കമ്പനി നമുക്ക് ഈ AI ആവശ്യകതയുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു നമുക്കൊരു അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഒരു ഇത് വേണമെന്ന് പറഞ്ഞാല് റെസ്പോൺസിബിൾ AI ആൻഡ് ഗവേണൻസ് എന്ന് അതിന് പറയുന്നത്. അതായത് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളെ നോക്കി മനസ്സിലാക്കി ആ കമ്പനിയുടെ മൊത്തം കാര്യങ്ങൾ ചെയ്യണം നമുക്ക് അസൈൻ ചെയ്ത് തരുന്ന ആ ഒരു അത്രയും ഹൈ ലെവലിലേക്ക് AI വന്നുകൊണ്ടിരിക്കുക. 2026 ഏകദേശം എല്ലായിടത്തും അങ്ങനെയാവും. ഇനി ഈ 2026 എന്താ നമ്മുടെ AI വന്നു, നമ്മളെ ഒരു റെസ്പോൺസിബിലിറ്റി ഫ്രെയിമിലേക്കായി നമ്മൾ കൊണ്ടെത്തിച്ചു. അപ്പോൾ നമുക്ക് പ്രൈവസിയും അക്കൗണ്ടബിലിറ്റി ഒക്കെ എങ്ങനെയായിരിക്കും കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ ഈ ട്രെൻഡ് ഇങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ ഗുണമുള്ളത്, നമുക്ക് റൈറ്റിംഗ്, ടെസ്റ്റിംഗ്, ഡീബഗിങ്, കോഡ്, ഒരു ഇലക്ട്രോണിക്സ് കമ്പനി അല്ലെങ്കിൽ ഒരു IT കമ്പനി ആണെങ്കിൽ അവിടെ ഡീബഗിങ്, കോഡ് ചെക്കിങ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്താ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് വലിയ വലിയ കോഡുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് അനലൈസ് ചെയ്ത് ഒരു കൃത്യമായിട്ട് ശരിയാണോ, അതിങ്ങനെ ചെയ്താൽ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ആര് നോക്കി നമുക്ക് തരും? നമ്മുടെ AI നോക്കി കറക്റ്റ് ആക്കി നമുക്ക് തരും. ഇനി അവിടെ നമുക്ക് ഈ AI ചെയ്യുന്നത് മൂലം ആ കമ്പനിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തു തരും. അത് ഫിനാൻഷ്യലി നമുക്ക് വളരെ ബെനിഫിറ്റ് ആണ്. നമ്മൾ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റമറിനും അത് കറക്റ്റ് നല്ല രീതിയിൽ ചെയ്തിട്ട് ആ കമ്പനിക്ക് നല്ല ഒരു ഗുഡ് നെയിം കിട്ടുമല്ലോ, അങ്ങനെ വരും. ഇനി നമ്മള് AI 2026 ഒരെണ്ണം കൂടെ പറയുവാണെങ്കിൽ എന്റർപ്രൈസ് ഇന്റഗ്രേഷൻ ആൻഡ് കോസ്റ്റ് എഫിഷ്യൻസി. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഈ AI കടന്നുവരവോടെ മാനുവലി ചെയ്യുന്ന കാര്യങ്ങളിൽ AI വളരെ വേഗത്തിൽ സമയബന്ധിതമായിട്ട് ചെയ്യും. അപ്പൊ അത്രയും ആൾക്കാരുടെ വർക്കിംഗ് കുറവ് മതി, സമയലാഭം ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും വരുന്നുണ്ട് കോസ്റ്റ് എഫിഷ്യൻസിയാണ് വരുന്നത്. അവിടെ കോസ്റ്റ് നമുക്ക് വളരെ കുറച്ചേ മതി, മറ്റേതിന്റെ അത്രയും കോസ്റ്റ് ഇവിടെ ആവശ്യമായിട്ട്, അതുപോലെ കമ്പനിക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനിയും ഇവിടെ AI വേറൊന്നുണ്ട്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആ ടൈം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് എനർജി വേണമല്ലോ, ഒരു ഒരു എൻവയോൺമെന്റ്, ഒരു പവർ, അവര് ഇപ്പൊ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ അല്ലെ തെർമൽ എനർജി ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും എനർജി ഓരോ കമ്പനിയും അവർക്ക് ഫാക്ടറീസ് കാണും, ഓരോ രീതിയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ AI ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ എനർജിയുടെ റിക്വയർമെന്റ് കുറവായിരിക്കും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ എൻവയോൺമെന്റിന് ബെനിഫിറ്റ് കൂടുതലായിരിക്കും. ആ എനർജി ഇൻഫ്രാസ്ട്രക്ചറിൽ ഡിഫറൻസ് വരും. അത് നമ്മുടെ AI ഗവേണൻസോട് ആകുമ്പോൾ ആ ഇമ്പാക്ട് അവരെ റെഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ 2026 നമ്മൾ AI എങ്ങനെയാ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ 2026 AI നമുക്ക് എങ്ങനെയാ പ്രയോജനപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? 2025 ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിന്റെ കുറച്ച് ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ കോംപ്ലക്സ് മേഖലയിലേക്ക് അത് മാറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇമേജസ് ഒക്കെ കണ്ടോണ്ടിരിക്കുന്നത്, നമ്മൾ ഇമേജസ് സോഷ്യൽ മീഡിയയിൽ ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തവരൊക്കെ ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ നമുക്ക് സത്യത്തിലെ ഒറിജിനൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു നോർമൽ ആയിട്ടൊരു സാധാരണ ഒരാൾ നോക്കിയാൽ ഒറിജിനൽ ആണെന്ന് വിചാരിക്കും. ചെയ്യാനും അവർക്ക് ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ വീഡിയോയ്ക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ AI 2026 വളരെ വിപുലമായ രീതിയിൽ വളർന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ എന്താ പറയാ, ഒന്ന് തിരിയാൻ പോലും AI ആവശ്യം വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് AI വളർന്നു വന്നുകൊണ്ടിരിക്കുക. AI ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്ക് വളരെ ആശങ്ക ഉണ്ടായിരിക്കും. അപ്പൊ മാനുവലി ചെയ്യുന്ന ജോലികളൊക്കെ AI ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ജോബ്സ് ഒക്കെ എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ മാറ്റം വരുമെന്നുണ്ടെങ്കിലും പക്ഷെ ആ ജോബുകൾ കുറയുന്നുണ്ടെങ്കിലും AI വരുമ്പോൾ വേറെ കുറെ പുതിയ ജോലികൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. 2026 AI കൊണ്ട് നമുക്ക് വേറെ കുറെ പുതിയ ജോലികൾ മുൻപോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് 2026 AI വരുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് AI നല്ലൊരു 2026 എൻജോയ് ചെയ്യാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.